ഹലോ, ഞങ്ങളുടെ മോർണിംഗ് ഇന്ന് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഫുള്ള് റഷായിരുന്നു കേട്ടോ. ഇന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ വിസിറ്റാണേ. നമ്മൾ കാണിക്കുന്നത് സബൈൻ മൂവാറ്റുപുഴയിലാണ് കേട്ടോ. മോളുണ്ടായതും അവിടെ തന്നെ. ഇപ്പോൾ സെക്കൻഡ് ഡെലിവറിയും ഞങ്ങൾ അവിടെ തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകും കേട്ടോ, അവിടെ എപ്പോൾ എത്തണം ഉണ്ടെങ്കിലും. കാരണം നമ്മുടെ ഫുഡും ഉച്ചത്തെ ഭക്ഷണം ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നമ്മൾ എത്തുമ്പോഴേക്കും അത്യാവശ്യം സമയമായിട്ടുണ്ടാവും കേട്ടോ. അതിലിടയ്ക്ക് ഹസ്ബൻഡിന് കാറിൻ്റെ ടയറൊന്ന് ചെക്ക് ചെയ്യാനും മാറ്റാനും ഒക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി നിർത്തി. അതിനുശേഷം ഇതാ ഉച്ചത്തെ ഫുഡ് മോൾക്ക് കൊടുത്ത് നമ്മൾ കഴിച്ച് അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ തന്നെ അത്യാവശ്യം നേരമാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ സമയം 2:30-3 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവിടെ നല്ല റഷ് തന്നെയാണ്. സ്കാനിങ് ഒന്ന് കഴിഞ്ഞ് കിട്ടാനാണ് ഏറ്റവും വലിയ മെനക്കേട്. അങ്ങനെ ഇന്ന് എന്താണാവോ ഭാഗ്യത്തിന് വേഗം സ്കാനിങ് കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേട്ടോ അവരുടെ വരാന്ത. സ്കാനിങ്ങിന് വേണ്ടി നമ്മൾ റൂമിൽ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. എപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ അവിടെ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് അവിടെ നടന്നു കേട്ടോ. ഇതാണ് OP ഏരിയ. ഇവിടെയൊക്കെ അവരുടെ റീവർക്ക് നടന്ന് OP ഏരിയ ഒക്കെ ഒരുപാട് മോഡിഫിക്കേഷൻസ് കഴിഞ്ഞിട്ട് ആണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇതാണ് അവിടുത്തെ കഫ്റ്റീരിയ. അപ്പോൾ നമ്മൾ ഡോക്ടറിനൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ കഫ്റ്റീരിയയിലൊക്കെ ഇരുന്ന് എപ്പോഴും ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡാവുകയെ. ഇപ്പോൾ OP ഏരിയ ഒക്കെ AC ആണെങ്കിലും നമുക്ക് അവിടെ നല്ല ചൂടും എല്ലാം അനുഭവപ്പെടുന്നത് കൊണ്ടേ ഞാനും നല്ല ടയേർഡായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് ഒരേ നിർബന്ധം, അവിടെ അടുത്ത് തന്നെയാണല്ലോ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം. അപ്പോൾ അവിടെ പോകണം, ഫ്ലൈറ്റ് പോകുന്നത് ഇറങ്ങുന്നതൊക്കെ ഒന്ന് മോളെ കാണിക്കുമെന്ന്. ഞാൻ പറഞ്ഞു അവൾക്കതൊന്നും അറിയാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ മോളുടെ ആ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പോയത് വേർത്തായിരുന്നു കേട്ടോ. കാരണം ഓരോ ഫ്ലൈറ്റ് വരുന്നത് കാണുമ്പോഴും ഷീസ് എക്സൈറ്റഡ് മോർ ആൻഡ് നമ്മളൊന്നും പറയാതെ തന്നെ അവൾ ഫ്ലൈറ്റിൻ്റെ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് മനസ്സിലായ പോലെ അതിൽ ആരൊക്കെ ഉണ്ടെന്ന്. എനിക്ക് അതിശയമായി, കാരണം അതിൽ ആരുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടോ, അതാരും പറയാതെ കൊടുക്കുന്നതാണ് കേട്ടോ അവൾ ടാറ്റ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നി പോയത് വേർത്തായിന്ന്. ഷീ ഈസ് വെരി ഹാപ്പി വിത്ത് ദാറ്റ് വ്യൂ. ആൻഡ് അവൾ അവിടെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളത് ഇവിടുന്ന് കാണാമല്ലോ. അപ്പോൾ അവൾ വാ 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 അവൾ കാറ് പോകുന്നതിന് സൈഡും ബാക്കൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കും കേട്ടോ. അതേപോലെ ഫ്ലൈറ്റിനോടും പറയുമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. 3-4 ഫ്ലൈറ്റ് ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയത്തെ ഫുഡും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ അത്യാവശ്യം നല്ല കളിയും ഇതൊക്കെയായിരുന്നു. അവസാനം ആ ഹൈ ചെയർ ഒന്ന് വന്ന് കിട്ടിയപ്പോഴാണ് കേട്ടോ സമാധാനമായത്. അതിലിരുന്ന് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ വണ്ടിയിൽ കയറി ആൾ ഉറങ്ങി കേട്ടോ. പിന്നെ രാവിലെ